ഒരുപാട് സുഹൃത്തുക്കളുള്ളവരാണ് നാം. നൈബേഴ്സായി സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു, റിലേറ്റീവ്സായി സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു. ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ, വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ, ജോലി മേഖലകളിൽ എപ്പോഴും നമുക്ക് സർക്കിൾസ്, സുഹൃത്ത് വലയങ്ങൾ കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. ബൈബിളിൽ ഒരു വചനമുണ്ട്, സ്നേഹിതൻ എല്ലാ കാലത്ത് സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് സഹോദരനായി തീരുന്നു. റെസ്പോൺസിബിലിറ്റീസിനെയാണ് നമുക്കവിടെ കാണുവാനായി കഴിയുന്നത്. യേശുക്രിസ്തു ക്രൂശീകരണത്തിന് മുന്നേ ഗതശമന തോട്ടത്തിൽ ആയിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ശേഷം യേശുക്രിസ്തുവിനെ പടയാളികൾ അറസ്റ്റ് ചെയ്യുവാനായി വരികയാണ്. ആ സമയം പടയാളികൾ അറസ്റ്റ് ചെയ്യാൻ മുതിരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ പത്രോസ് പടയാളിയെ വെട്ടുന്നു. ഉടൻ തന്നെ പടയാളി മാറുന്ന സമയത്ത് പടയാളിയുടെ കാത് അറ്റി വീഴുന്നു. ആ സമയം യേശുക്രിസ്തു ആ കാതെടുത്ത് വെച്ച് ആ പടയാളിയെ സൗഖ്യമാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെ യേശുക്രിസ്തു അത്ഭുതം ചെയ്തത്, അതുപോലെ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം യേശുക്രിസ്തു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ, അടയാളങ്ങൾ എല്ലാം റെസ്പോൺസിബിലിറ്റീസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ഒരുപക്ഷെ ആ ഒരു അത്ഭുതം അവിടെ നടന്നില്ല എന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞ കേസ് മറ്റൊരു രീതിയിലായിരിക്കാം പോകുന്നത്. യേശുക്രിസ്തു അവിടെ റെസ്പോൺസിബിലിറ്റീസാണ് കാണിച്ചത്. അതുപോലെ തന്നെ ബൈബിളിൽ അബ്രഹാം പിതാവിനെ അറിയാം. സോദോം ഗോമോര പട്ടണം നശിപ്പിക്കുന്നതിന് മുമ്പ് അബ്രഹാം പിതാവിന് അത് അറിവുണ്ടായിരുന്നു. പലതവണ 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കൂലല്ലോ എന്ന് പലതവണ റിക്വസ്റ്റുമായി ദൈവസന്നിധിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയെപ്പോലും അവിടെ ആ ദേശത്ത് നല്ല വ്യക്തിയായിട്ട് കാണിക്കാൻ അബ്രഹാമിന് കഴിയാതെ വരുന്നു. അതും റെസ്പോൺസിബിലിറ്റീനെ സൂചിപ്പിക്കുക. നമ്മുടെ സുഹൃത്തുക്കളുടെ ദുഃഖമായിക്കൊള്ളട്ടെ, അവരുടെ സന്തോഷമായിക്കൊള്ളട്ടെ, ഏത് കാര്യത്തിലും നമുക്കൊരു റെസ്പോൺസിബിലിറ്റീസ് ദൈവം തന്നിരിക്കുകയാണ്. ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമുക്ക് അവരുമായി. സ്നേഹിതൻ എല്ലാ കാലത്ത് സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് സഹോദരനായിത്തീരുന്നു. നമ്മുടേതായ റെസ്പോൺസിബിലിറ്റി നാം ചെയ്യുന്നവരെ ആയിരിക്കുക. സുഹൃത്തിന് ഒരാവശ്യം വരുമ്പോൾ അവൻ ചോദിക്കുമ്പോൾ നിൻ്റെ കയ്യിലുണ്ടായിരുന്നിട്ട് ഇല്ല എന്ന് പറയരുത് എന്ന് സദൃശ്യമായി പറയുക. അപ്രകാരം സുഹൃത്തുക്കളെ നമുക്ക് കരുതുവാനായി കഴിയണം. സ്നേഹിതൻ എല്ലാ കാലത്ത് സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് സഹോദരനായി തീരുന്നു. ഓരോ ചെറിയ ആവശ്യങ്ങൾ ആയിക്കൊള്ളട്ടെ, വലിയ ആവശ്യങ്ങൾ ആയിക്കൊള്ളട്ടെ, കൂടെ ഇരിക്കുക, നിങ്ങളുടെ സർക്കിൾസിന് മുറുകെ പിടിക്കുക. താങ്ക് യു.